അപ്പോൾ എന്നോടൊപ്പം ശശിധരൻ വയലാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ വയലാർ, ആ, പീഡന കേസുകളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീവിരുദ്ധ ആളുകളെയൊക്കെ കയ്യാമം വെച്ച് തുറങ്കിലടിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഇത്തരമൊരു സർക്കാർ പരിപാടിയിലാണ് ഈ വിവാഹ പ്രഖ്യാപനമൊക്കെ നടക്കുമ്പോൾ ഇത് ജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമസ്കാരം മനു. നമസ്കാരം. ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു, കാരണം മറ്റേ പരിപാടിയിലേക്ക് പോയ കാരണം. അപ്പൊ ഞാൻ വിചാരിച്ചേ കഴിഞ്ഞ ദിവസം ഇന്നലെ കാണാതിരുന്നപ്പോഴേ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ട്രെയിൻ എടുത്തായിരുന്നല്ലോ, അപ്പൊ അതിന്റെ വല്ല ക്ഷീണമായിരിക്കും എന്നുള്ളത്. അയ്യോ, ഞാൻ പേടിച്ചു പോയി, എന്തൊരു ബഹളമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ ശ്രീ ശശിധരൻ വയലാർ? ഇതെന്താന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പോൾ ഒരു പുതിയ ഫാഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. പത്രാഫീസിലേക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ വിളിച്ച് ആളുകളെ അങ്ങ് അധിക്ഷേപിക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ വാട്സപ്പിലൊക്കെ ഇട്ടിട്ട് കണ്ടോ ഞാനിതാ ഒരു മാപ്രയുടെ അണ്ണാക്കിലേക്ക് കൊടുത്തത്. ഇതിലെന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ചാനൽ എന്നാണ്. പക്ഷേ ഇത് തുറന്നു വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഇതൊരു മോശപ്പെട്ട ചാനലാണ്. അപ്പോൾ അത്തരം ആളുകളോട് എന്ത് പറയാനാണ്? എന്നിട്ട് അത് ഒരു ഘട്ടത്തിലും മനസ്സിലാവുന്നില്ല, അതിനുള്ള വിവേകവും ഇല്ല. അതാണ് എന്നെ ഏറ്റവും ദേഷ്യം പിടിപ്പിച്ചത്. അങ്ങനെയുള്ളവരിലേക്ക് അങ്ങോട്ട് വിളിക്കാതിരുന്നാ പോരാ, അങ്ങ് ബഹിഷ്കരിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത്ര വിഷമിക്കണേ. ഒന്ന് രണ്ട് പേര് സ്ഥിരം ഒരു തൊഴിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം വരുമ്പോഴത്തേക്കും അവതാരകനെ അങ്ങ് ഇതാക്കി കളയാന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ അത് എല്ലാവരുടെ അടുത്തൊന്നും വിലപേശില്ലെന്ന് വേണമെങ്കിൽ തെളിയിച്ചു കൊടുത്തതിൽ സന്തോഷമുണ്ട്. കാര്യം അത്യാവശ്യമായിരുന്നു. സാധാരണ എല്ലാ ടെലിവിഷൻ ചാനലിലും ഈ അവതാരകരൊക്കെ വളരെ പാവങ്ങളായിരിക്കും. അപ്പോൾ വ്യക്തിപരമായ ഒരു ആക്ഷേപമൊക്കെ ഉന്നയിക്കുമ്പോൾ അവർക്കത് പറയാനുള്ള മറുപടി പറയാനുള്ള ഒരു ഭയം ഉണ്ടാകും. ചില ടെലിവിഷൻ ചാനലുകളിൽ അവതാരകർ വളരെ ജൂനിയർ ആയിരിക്കും. അവർക്കൊരു എഡിറ്റോറിയൽ തീരുമാനം പെട്ടെന്ന് പറയാൻ, അത് ആലോചിക്കാതെ പറയാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസമുള്ള ആളുകളെ തങ്ങൾക്കൊന്ന് ഞെട്ടിക്കാം എന്ന് കരുതി വിളിക്കുന്നതാണ്. അത് ഇവിടെ നടക്കില്ല. അത് കടത്തിണ്ണയിൽ ചെലവാകുന്ന ഒരു ഐഡിയ ആയിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ആരെയും വിമർശിക്കാം, പക്ഷെ അധിക്ഷേപം പാടില്ല. ആരെ വേണേലും നമുക്ക് വിമർശിക്കാം. ക്രിയാത്മകമായ വിമർശനങ്ങൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തീരെ വില കുറഞ്ഞ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു ഭാഷകളും മരുന്നുകളും ഉപയോഗിക്കുക, ഏറ്റവും മ്ലേച്ഛമായിട്ട് തരം താഴ്ത്തി സംസാരിക്കുക, അതൊന്നും അത്ര നല്ല പരിപാടി അല്ലല്ലോ. അതാണ് വിളിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ്. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഈ രണ്ടു തരം പീഡനം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും തീവ്രത തീരെ കുറഞ്ഞതും തീവ്രത കൂടിയതും പിന്നെ ഹൈ വോൾട്ടേജ് ഉള്ളത്. അങ്ങനെ പല രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി നമ്മുടെ ഈ പീഡനം എന്ന് പറഞ്ഞാൽ.